ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പല അധ്യാപകർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തുന്നത്. ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ പുരോഗമിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല അധ്യാപകർക്കും ഗൂഗിൾ ഫോം എങ്ങനെയാണ് മറ്റ് അധ്യാപകരുമായി പങ്കുവയ്ക്കുക എന്ന് പലർക്കും അറിയാൻ ആവാത്തതുകൊണ്ട് പല അധ്യാപകരും അവരവർ തന്നെ ഗൂഗിൾ ഫോം ഉണ്ടാക്കി ക്ലാസ്സിൽ കുട്ടികളെ കാണിക്കുകയാണ് ചെയ്യുന്നത്. പലർക്കും അറിയാം ഇത് എങ്ങനെയാണ് നമുക്ക് ഷെയർ ചെയ്യേണ്ടതെന്ന്. പല സ്കൂളുകളിലും ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ അധ്യായം അനുസരിച്ച് അഥവാ ചാപ്റ്റർ വൈസ്ലി അവർ ഓരോ ഗൂഗിൾ ഫോം ഉണ്ടാക്കി അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധ്യാപകരുമായി പങ്കുവെച്ച് അവരവരുടെ ക്ലാസ്സിൽ കാണിക്കുന്ന രീതി ഇന്ന് ഉണ്ട്. പക്ഷേ അത് പല സ്കൂളുകളിലെ അധ്യാപകർക്കും അതെങ്ങനെയാണ് ഒരാൾ ഉണ്ടാക്കിയ ഗൂഗിൾ ഫോം മറ്റു ടീച്ചേഴ്സുമായി മറ്റധ്യാപകരുമായി എങ്ങനെയാണ് പങ്കുവയ്ക്കുക എന്ന് പലർക്കും അറിയാത്ത ഒരവസ്ഥയുണ്ട്. കാരണം പങ്കുവയ്ക്കുമ്പോൾ കൃത്യമായി പങ്കുവച്ചില്ല എങ്കിൽ മറ്റ് ക്ലാസ്സിലെ കുട്ടികൾ ചെയ്യുന്ന റെസ്പോൺസും കൂടി ആദ്യം ഉണ്ടാക്കിയ അധ്യാപകൻ്റെ റെസ്പോൺസ് ഷീറ്റിൽ എത്തുന്നതുകൊണ്ട് അഥവാ മറ്റ് ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് അവരവരുടെ കുട്ടികളുടെ റെസ്പോൺസ് അവരവർക്ക് കിട്ടാതെയാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് പല അധ്യാപകരും നേരിടുന്നത്. ഇതിന് ഒരു പരിഹാരവുമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നത്. ഗൂഗിൾ ഫോം ഒരാൾ ഉണ്ടാക്കിയിട്ട് മറ്റധ്യാപകരുമായി പങ്കുവയ്ക്കാൻ പല വഴികളുമുണ്ട്. അത് ഇന്ന് ഇവിടെ ഞാൻ നിങ്ങളെ 3 വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 3 വഴികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ വിവരിക്കുന്നത്. ആദ്യത്തെ മെത്തേഡ് അല്പം നീണ്ടതാണ്. രണ്ടാമത്തെ മെത്തേഡ് ആകട്ടെ ഷോർട്ടറാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ഷോർട്ടർ, സെക്കൻഡ് വൺ ഷോർട്ടർ ആൻഡ് തേർഡ് വൺ ഷോർട്ടസ്റ്റ് എന്നിങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിഭജിക്കാം. ആദ്യത്തേത് അല്പം നീണ്ടതാണ്, പക്ഷേ എല്ലാം എളുപ്പമുള്ള വഴികളാണ്. രണ്ടാമത്തെ മാർഗം അല്പം കൂടി വേഗം ചെയ്യാവുന്ന ഒരു മാർഗവും, എന്നാൽ മൂന്നാമത്തെ മാർഗമാകട്ടെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതും അല്പം സൂക്ഷിക്കണമെന്ന് മാത്രം. അല്പം സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് മറ്റ് അധ്യാപകരുമായി നമ്മളുണ്ടാക്കുന്ന ഗൂഗിൾ ഫോമുകൾ പങ്കുവയ്ക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു മാർഗമാണ് മൂന്നാമത്തേത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള വീഡിയോകൾ ഇറക്കുമ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇമെയിലുകളിൽ വരികയും അവിടെ തന്നെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. ബെൽ ഐക്കൺ അമർത്താൻ മറക്കാതിരിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ കാത്തിരിക്കണമെന്നില്ല. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഗൂഗിൾ ഫോം ഞാൻ നിർമ്മിച്ചു വച്ചിട്ടുണ്ട്. തൽക്കാലം നിങ്ങളെ കാണിക്കുവാനുള്ള ഉദ്ദേശത്തിൽ 10A കെമിസ്ട്രി ടീച്ചർ നിർമ്മിക്കുന്ന ഒരു ഗൂഗിൾ ഫോമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. 10Aയിലെ കെമിസ്ട്രി ടീച്ചറാണ് ഈ ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നത്. ഇതേ ഗൂഗിൾ ഫോം തന്നെ 10Bയിലെയും 10Cയിലെയും കെമിസ്ട്രി ടീച്ചർക്ക് ഉപയോഗിക്കേണ്ടതുണ്ട്. അതെങ്ങനെ നമുക്ക് മറ്റ് ക്ലാസ്സിലെ കെമിസ്ട്രി ടീച്ചറുമായി അധ്യാപകരുമായി നമുക്ക് പങ്കുവയ്ക്കാം അഥവാ ഷെയർ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ഇത് 10Bയിലെയും 10Cയിലെയും കെമിസ്ട്രി ടീച്ചർക്ക് പങ്കുവയ്ക്കാൻ പോകുകയാണ്. അതിനു മുമ്പ് പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ ഉണ്ടാക്കിയ ഈ ഗൂഗിൾ ഫോം ഒരിക്കലും നേരിട്ട് പങ്കുവയ്ക്കാതിരിക്കുക. കാരണം ഏതെങ്കിലും ഒരു ടീച്ചർ നമ്മൾ പങ്കുവച്ച അതേ ഫോമിൽ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ ആ മാറ്റം നമ്മുടെ ഗൂഗിൾ ഫോമിൽ പ്രതിഫലിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു കോപ്പി എടുത്തിട്ട് വേണം ആ കോപ്പി
മറ്റ് അധ്യാപകർക്ക് ഷെയർ ചെയ്യുക. നമ്മളുണ്ടാക്കിയ കോപ്പി ഒരപകടവും കൂടാതെ ഒരു മാറ്റവും കൂടാതെ നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ എപ്പോഴും ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ആ കോപ്പി ആണ് നമ്മൾ മറ്റ് അധ്യാപകരുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായി കോപ്പി എടുക്കാൻ നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ കാണിച്ചു തരുന്നു. അത് ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ നിന്ന് മേക്ക് എ കോപ്പി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ ഒരു കോപ്പി തൊട്ടടുത്ത് ഗൂഗിൾ ഡ്രൈവ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതിൽ കാണാം ഇതിന് ഒരു കോപ്പി ഓഫ് 10 എന്ന്. സോ അതിൻ്റെ കോപ്പി ഓഫ് 10 എന്നുള്ള ആ ഭാഗം അങ്ങനെ തന്നെ അതിടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ടീച്ചേഴ്സിന് മനസ്സിലാക്കാൻ കഴിയും ഇത് 10A കെമിസ്ട്രി ടീച്ചർ ഉണ്ടാക്കിയതിൻ്റെ കോപ്പിയാണ് എന്ന് മനസ്സിലാക്കാൻ കിട്ടുന്ന അധ്യാപകർക്ക് കഴിയുന്നതാണ്. ഇനി ചെയ്യേണ്ടത് കോപ്പി ഓഫ് 10A കെമിസ്ട്രി ഈ ഗൂഗിൾ ഫോം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഫോം ഓപ്പൺ ആയിട്ടുണ്ട്. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ വലതുവശത്തായിട്ട് മുകളിൽ ഒരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാം. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ആഡ് കൊളാബറേറ്റേഴ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ദിസ് ഈസ് ആഡ് കൊളാബറേറ്റേഴ്സ്. ഈ ഗൂഗിൾ ഫോമിൽ വർക്ക് ചെയ്യുവാനുള്ള എഡിറ്റർമാരെ നമ്മൾ ഈ ഗൂഗിൾ ഫോമിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനാണ് ആഡ് കൊളാബറേറ്റേഴ്സ്. അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ആഡ് എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ആഡ് എഡിറ്റേഴ്സ് എന്ന ആ വിൻഡോയിൽ ആരെയാണോ നമുക്ക് എഡിറ്റേഴ്സായിട്ട് ആഡ് ചെയ്യേണ്ടത് അവരുടെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനമാണ് തൊട്ട് താഴെ കാണുന്നത്. അവിടെ ഏത് ടീച്ചറിനെയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത്, ഏത് ടീച്ചറിനാണോ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഫോം പങ്കുവെക്കേണ്ടത്, ആ അധ്യാപകൻ്റെ അധ്യാപികയുടെ ഇമെയിൽ ID അവിടെ ടൈപ്പ് ചെയ്യുക. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് 10Bയിലുള്ള കെമിസ്ട്രി ടീച്ചറെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ 10Cയിലെ കെമിസ്ട്രി ടീച്ചറെയും. 10Bയിലെ കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിൽ ID ഇതാണെന്ന് സങ്കല്പിക്കുക. ഞാൻ അത് അടിച്ചു കൊടുക്കുകയാണ്. മാത്രമല്ല 10Cയിലെ കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിൽ IDയും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഉദാഹരണത്തിന് ഇതാണ് 10Cയിലെ കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിൽ ID. ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ നോട്ടിഫൈ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഈ നോട്ടിഫൈ എന്ന ഭാഗത്തിൽ ടിക്ക് ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇവരെ ആഡ് ചെയ്ത വിവരം അവരുടെ ഇമെയിലിൽ അപ്പോൾ തന്നെ Gmail അറിയിക്കുന്നതാണ്. പക്ഷെ മറ്റൊരു കാര്യമുള്ളത്, അവർ ഒരിക്കലും ഇമെയിലിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഗൂഗിൾ ഫോമിൽ മാറ്റം വരുത്തുകയോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കുകയോ ചെയ്യരുത്. കാരണം അത് അവരുടെ സ്വന്തമല്ല. അത് അങ്ങനെയല്ല അത് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഇമെയിലിൽ കിട്ടുന്ന ടീച്ചേഴ്സ് അതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് മാറ്റം വരുത്തരുത്. അവർ എഡിറ്റർ ആയതുകൊണ്ട് തീർച്ചയായും ഇമെയിലിൽ ഓപ്പൺ ചെയ്യുമ്പോഴും മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നോട്ടിഫൈ പീപ്പിൾ എന്ന ഈ ഭാഗം ടിക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ടിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു മെസ്സേജും കൂടി അവർക്ക് പാസ് ചെയ്യണം. അതായത് ടിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് ബോക്സ് താഴത്ത് ഓപ്പൺ ആയി വരും. ഇമെയിലിൽ വരുന്നത് ഓപ്പൺ ചെയ്ത് മാറ്റം വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പിന്നെ എവിടെയാണ് അവർക്ക് ഈ ഗൂഗിൾ ഫോം കിട്ടുക എന്നാണെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലാണ് അവർക്ക് അത് കിട്ടുക. അവിടെയാണ് അവർ ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് നോട്ടിഫൈ പീപ്പിൾ എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇമെയിലിൽ ഇത് ചെല്ലുകയും ഈ താഴെ പറയുന്ന മെസ്സേജ് അവർ കൊടുക്കുകയും ചെയ്യണം. പ്ലീസ് ഗോ ടു ദി ഡ്രൈവ്. പ്ലീസ് ഗോ ടു യുവർ ഡ്രൈവ് ആൻഡ് യൂസ് ദി ഫോം. ഈ സന്ദേശം അവിടെ ടൈപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇമെയിലിൽ വരുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാതിരിക്കുകയും ചെയ്യും അധ്യാപകർ. അഥവാ അത് ആ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു നോട്ടിഫൈ പീപ്പിൾ എന്ന ഓപ്ഷൻ ഒഴിവാക്കിയിടാം. എന്നിട്ട് താഴെ കാണുന്ന ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ കൊടുത്തിരിക്കുന്ന 2 ഇമെയിൽ IDയിലേക്കും നമ്മളത് ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്യുന്നതോടുകൂടി ഈ 2 അധ്യാപകരും, അതായത് 10Bയിലെ
കെമിസ്ട്രി അധ്യാപികയും 10Cയിലെ അധ്യാപികയും ഈ ഗൂഗിൾ ഫോമിൻ്റെ എഡിറ്റർ എന്ന പദവി ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. 10Aയിലെ കെമിസ്ട്രി ടീച്ചറുടെ ജോലി അവിടെ കൊണ്ട് അവസാനിക്കുകയാണ് യഥാർത്ഥത്തിൽ. ഇപ്പോൾ 2 അധ്യാപകരെയും നമ്മൾ ഈ ഗൂഗിൾ ഫോമിൻ്റെ എഡിറ്റേഴ്സ് ആക്കി കഴിഞ്ഞു. ഇനി അതാത് ടീച്ചർമാർക്ക് അത് എങ്ങനെ ഉപയോഗിക്കാം എന്ന സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അതിനായി നമ്മൾ ആർക്കെല്ലാമാണോ അയച്ചത് അവരിൽ ഒരാളുടെ പേരിൽ ഞാൻ സൈൻ ഇൻ ചെയ്യാം. ആ ടീച്ചർ ഇതെങ്ങനെ സ്വന്തമായി അത് തൻ്റെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നു എന്ന ഭാഗമാണ് ഇനി നമുക്ക് കാണേണ്ടത്. അതിനായി ഞാൻ മറ്റ് ടീച്ചറുടെ 2 ടീച്ചർമാർ 10B ക്ലാസ് കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിൽ ഐഡിയിലേക്ക് സൈൻ ചെയ്യുകയാണ്. 10Bയിലെ കെമിസ്ട്രി ടീച്ചർ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് 10Bയിലെ കെമിസ്ട്രി ടീച്ചറുടെ ഗൂഗിൾ ഡ്രൈവ് ആണ് ഈ കാണുന്നത്. അവിടെ ഇടതുവശത്ത് കാണുന്ന ഈ ഭാഗത്ത് ആണ് മൈ ഡ്രൈവ് ആണ് നമ്മളുടെ ഗൂഗിൾ ഡ്രൈവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അടങ്ങിയിരിക്കുന്ന ഭാഗം. തൊട്ട് താഴെ നമുക്ക് കാണാം ഷെയർഡ് വിത്ത് മീ എന്ന ഒരു ഫയൽ, ഒരു ലിങ്ക്. തൊട്ട് താഴെ റീസെൻ്റ്, സ്റ്റാർഡ്, ട്രാഷ്, സ്റ്റോറേജ്, ഇതുപോലെ പല ഓപ്ഷൻസും ഇടതുവശത്ത് കാണാം. ഇതിൽ ഷെയർഡ് വിത്ത് മീ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ആയിരിക്കും എപ്പോഴും ആരെങ്കിലും നമ്മളെ എഡിറ്ററാക്കി മാറ്റി ഒരു ഗൂഗിൾ ഫോം അയച്ചാൽ ഷെയർഡ് വിത്ത് മീ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കേണ്ടത്. ഡ്രൈവിൽ വന്നിട്ട് ഷെയർഡ് വിത്ത് മീ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും തൊട്ട് മുമ്പ് 10Aയിലെ കെമിസ്ട്രി ടീച്ചർ അയച്ച ആ കെമിസ്ട്രി ഗൂഗിൾ ഫോം ഇവിടെ വന്ന് കിടപ്പുണ്ട്. 10A കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ്. ഇത് നേരിട്ട് ഓപ്പൺ ചെയ്ത് ആ ടീച്ചർ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും 10Aയിലെ ടീച്ചറുടെ ആ കോപ്പിയിൽ ഇത് പ്രതിഫലിക്കും. ആ കോപ്പിയും അതേ മാറ്റം അവിടെയും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇത് സ്വന്തമാക്കേണ്ടത് നേരിട്ടല്ല, മറിച്ച് അതിന്മേ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ ഉപയോഗിക്കാൻ. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഷെയർഡ് വിത്ത് മീ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ്റെ കൂട്ടത്തിൽ സാധാരണ ജിമെയിൽ ID ആണെങ്കിൽ ഈ ഭാഗത്ത് ഷെയർഡ് വിത്ത് മീ എന്ന ഓപ്ഷൻ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ഒരു G Suite അക്കൗണ്ട് ആണെങ്കിൽ ഷെയർഡ് വിത്ത് മീ എന്ന് പറയുന്ന ലിങ്കിൻ്റെ തൊട്ടു മുകളിലായി ഷെയർഡ് ഡ്രൈവ് എന്ന ഒരു ഓപ്ഷൻ കൂടി കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അയച്ചിരിക്കുന്ന ഈ ഗൂഗിൾ ഫോം നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഗൂഗിൾ ഫോൺ കാണാനില്ല എന്ന ടെൻഷൻ അടിക്കരുത്. കാരണം G Suite അക്കൗണ്ട് ആണെങ്കിൽ ഷെയർഡ് ഡ്രൈവ് എന്നതിൽ ക്ലിക്ക് ചെയ്യരുത്. G Suite അക്കൗണ്ട് ആണെങ്കിലും സാധാരണ ജിമെയിൽ അക്കൗണ്ട് ആണെങ്കിലും ഷെയർഡ് വിത്ത് മീ എന്ന ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഞാൻ സന്ദർഭവശാൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ചില അധ്യാപകർ G Suite അക്കൗണ്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അവർ അറിയാതെ ഷെയർഡ് ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുകയും അതിൽ കാണാതിരിക്കുമ്പോൾ ടെൻഷൻ അടിക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടിയില്ല എന്ന് അയച്ച ടീച്ചറോട് വിളിച്ച് പരാതി പറയുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ഷെയർഡ് വിത്ത് മീ എന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ഘട്ടം എന്നത് ഈ ഗൂഗിൾ ഫോമിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കി വേണം 10Bയിലെ ക്ലാസ് ടീച്ചറായ ഞാൻ 10Bയിലെ കെമിസ്ട്രി ടീച്ചറായ ഞാൻ ഉപയോഗിക്കാൻ. അതിനായി ആ ഫയലിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം മേക്ക് എ കോപ്പി. നൗ ഗൂഗിൾ ഡ്രൈവ് ഒരു കോപ്പി ഉണ്ടാക്കുകയാണ്. കോപ്പി ഉണ്ടാക്കി കഴിഞ്ഞു. പക്ഷേ ഇവിടെ ആ കോപ്പി കാണാൻ കഴിയുന്നില്ല. ഈ ഷെയർഡ് വിത്ത് മീ എന്ന ഫോൾഡറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെയുള്ള നമുക്ക് കിട്ടിയ 10A കെമിസ്ട്രി എന്ന ഗൂഗിൾ ഫോമിൻ്റെ ഒരു കോപ്പി നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ കോപ്പി നമുക്ക് ഇവിടെ എങ്ങും കാണും. സാധാരണഗതിയിൽ ഒരു ഫോൾഡറിൽ ഒരു കോപ്പി ഉണ്ടാക്കുമ്പോൾ അതേ ഫോൾഡറിലായിരിക്കും ഗൂഗിൾ ഫോം ൻ്റെയോ മറ്റേത് ഫയലിൻ്റെ ആണെങ്കിലും കോപ്പി ഉണ്ടാക്കുക. തൊട്ടടുത്ത് തന്നെയായിരിക്കും പലപ്പോഴും കാണുക. പക്ഷേ ഇതിൻ്റെ മാത്രം കോപ്പി ഉണ്ടാക്കുമ്പോൾ അവിടെ തന്നെയല്ല ഉണ്ടാവുക. കാരണം ഇത് ഷെയർ ഫോൾഡറാണ്. ഗൂഗിൾ ഡ്രൈവ് ഓട്ടോമാറ്റിക്കായി നമ്മുടെ സ്വന്തം ഡ്രൈവിലേക്ക് അതിൻ്റെ കോപ്പി സേവ് ചെയ്യുന്നു. അതുകൊണ്ട് കോപ്പി കാണുവാൻ നമ്മൾ ചെയ്യേണ്ടത്
മൈ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഡ്രൈവിലാണ് നമ്മൾ പോയി നോക്കേണ്ടത്. ഇതിൻ്റെ കോപ്പി അവിടെ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ഒന്ന് അവിടെ പോയി നോക്കാം. മൈ ഡ്രൈവ് ക്ലിക്ക് ചെയ്യുന്നു. മൈ ഡ്രൈവിൽ ധാരാളം ഫയലുകൾ ഉള്ളവരാണെങ്കിൽ അവിടെ താഴേക്ക് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കുക. നമുക്ക് ആ ഫയൽ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതാ കോപ്പി ഓഫ് 10A കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് കോപ്പി ഓഫ് എന്ന് വന്നത്? നമ്മൾ 10A കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ് എന്ന ഗൂഗിൾ ഫോമിൻ്റെയാണ് കോപ്പി എടുത്തത്. അപ്പോൾ അതിൻ്റെ കോപ്പിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതറിയിക്കാനാണ് ഗൂഗിൾ തനിയെ കോപ്പി ഓഫ് എന്ന വാക്കും കൂടി അവിടെ ചേർത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഫയൽ. ഈ ഫയലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നിന്ന് ഈ ഫയൽ പല അധ്യാപകരും സ്വന്തം ക്ലാസ് റൂമിന് സ്വന്തം ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഗൂഗിൾ ഡ്രൈവിൽ. അതായത് 10Bയിലെ കെമിസ്ട്രി ടീച്ചറാണ്. 10Bയിലെ കെമിസ്ട്രി ടീച്ചർ ആദ്യം ചെയ്യേണ്ടത് ഇത് 10B എന്നാക്കി മാറ്റുക എന്നുള്ളതാണ്. ഈ കോപ്പി ഓഫ് 10A കെമിസ്ട്രി എന്ന് പറയുന്ന ഗൂഗിൾ ഫോമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന് റീനെയിം ചെയ്യുക. നമ്മുടെ സ്വന്തമാക്കി മാറ്റാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇത് റീനെയിം ചെയ്യുക. ഇപ്പോൾ 10Bയിലെ ക്ലാസ് ടീച്ചറാണ് ഞാൻ, അതുകൊണ്ട് 10Bയിലെ കെമിസ്ട്രി ടീച്ചറാണ് ഞാൻ. അപ്പോൾ 10B എന്ന് അത് പേര് മാറ്റുക. ഇപ്പോൾ അത് 10B എന്നായി മാറിയിട്ടുണ്ട്. ഈ ഗൂഗിൾ ഫോം നമ്മുടെ സ്വന്തം ഫോൾഡറിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. പല അധ്യാപകർക്കും സ്വന്തമായി ക്ലാസ് റൂം ഫോൾഡറുകൾ ഡ്രൈവിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ 10B കെമിസ്ട്രി ടീച്ചറായിട്ടുള്ള എനിക്ക് ഒരു ഡ്രൈവ് അവിടെ ഉണ്ടെങ്കിൽ ആ ഡ്രൈവിലേക്ക് ഇത് മാറ്റാം. അതെങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. അതിന്മേൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ടു എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വരുന്ന വിൻഡോയിൽ ഏറ്റവും മുകളിലായി മൈ ഡ്രൈവ് എന്ന് കാണുന്നതിൻ്റെ ഇടതുവശത്തായി ഒരു ആരോ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് തൊട്ട് പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ഒടുവിൽ മൈ ഡ്രൈവ് എന്ന് അകത്ത് കാണുന്നത് വരെ ഞാൻ പുറകിലേക്ക് പോവുകയാണ്. ബാക്ക്. ഒറ്റ ക്ലിക്കിന് മൈ ഡ്രൈവ് എന്ന് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. അവിടെ എത്തിക്കഴിഞ്ഞാൽ മൈ ഡ്രൈവ് എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ ഏത് ഫോൾഡറിലേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത്, ആ ഫോൾഡർ എവിടെയാണോ കിടക്കുന്നത് അങ്ങോട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അവിടെ ചെന്ന് നമ്മളുടെ ആ കൃത്യമായ ഫോൾഡർ ഏതാണോ അതിനകത്ത് നമ്മൾ ഇത് സേവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മാർഗം. ഇവിടെയാണ് ഞാൻ സേവ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ സേവ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ പേരുള്ള ആ ഫോൾഡറിൽ കൊണ്ടുപോയി സേവ് ചെയ്യുക. ഇപ്പോൾ മൈ ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിന്ന് 10B കെമിസ്ട്രി ഗൂഗിൾ ഫോം ഷീറ്റ് 10B എന്ന് പറയുന്ന സ്വന്തം ഫോൾഡറിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞു. ഇനി അത് അവിടെ ഓപ്പൺ ചെയ്ത് നമുക്ക് സ്വന്തമായി ഉപയോഗിക്കാം. സ്വന്തം ക്ലാസ്സിൽ സ്വന്തം ക്ലാസ് റൂമിൽ ഈ ഫയൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് അയക്കാം. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരികയാണ്. ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അകത്ത് നമ്മൾ ഹെഡിങ് മാത്രമേ അതിൻ്റെ ഫയൽ നെയിം മാത്രമേ 10B കെമിസ്ട്രി എന്ന് മാറ്റിയിട്ടുള്ളൂ. അകത്ത് ഇപ്പോഴും ആദ്യത്തെ ടീച്ചർ ഉണ്ടാക്കിയ പേര് കിടക്കുകയാണ്. അത് നമ്മൾ 10B എന്ന് മാറ്റേണ്ടതുണ്ട്. ഇപ്പോൾ 10B കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ് എന്ന പൂർണ്ണമായും ആ ടീച്ചറുടെ 10Bയിലെ ടീച്ചറായിട്ട് മാറി. ഒരു കാര്യം കൂടി ചെയ്ത് ഉറപ്പുവരുത്തണം. റെസ്പോൺസസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മറ്റേ ആദ്യം ഉണ്ടാക്കിയ ടീച്ചർ ഏതെങ്കിലും റെസ്പോൺസ് വന്ന് കിടപ്പുണ്ടെങ്കിൽ ആ റെസ്പോൺസും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ കാണാം, നിങ്ങൾക്ക് 0 റെസ്പോൺസസ് എന്ന് കാണാം. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇവിടെ കാണുന്ന ഈ ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്രിയേറ്റ് ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് കാണാം. അവിടെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സ്പ്രെഡ്ഷീറ്റ് എവിടെയാണോ ഈ ഗൂഗിൾ ഫോം സേവ് ആക്കി വെച്ചിട്ടുള്ളത് ആ ഫോൾഡറിൽ ഈ സ്പ്രെഡ്ഷീറ്റും സേവായി വരുന്നതാണ്. ഉദാഹരണം, നമ്മൾ ഇപ്പോൾ ഈ 10B കെമിസ്ട്രി എന്നത് സേവാക്കി വെച്ചിരിക്കുന്ന ഈ ഫോൾഡറിലാണ്. ഈ ഫോൾഡറിൽ അതേ പേരിൻ്റെ തൊട്ട് താഴെയായി സ്പ്രെഡ്ഷീറ്റിൻ്റെ ഒരു ഫയലും വന്നിട്ടുണ്ടാകും. നിങ്ങൾ ടെസ്റ്റ് പേപ്പർ കഴിയുമ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റാണ് ഓപ്പൺ ആക്കി നോക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് 10Cയിലെ ടീച്ചറും ചെയ്യേണ്ടത്. സ്റ്റെപ്പുകൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം.
യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആരെയാണോ എഡിറ്റർ ആക്കേണ്ടത് അഥവാ ആരുമായിട്ടാണോ ഇത് പങ്കുവെക്കേണ്ടത് അവരുടെ ഇമെയിൽ ID അടിച്ച് അവർക്ക് ഷെയർ ചെയ്യുക എന്നുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, കിട്ടിയ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ തൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഷെയർഡ് വിത്ത് മീ എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ആ ഷെയർ ചെയ്ത ഫയൽ കാണാൻ കഴിയുന്നതാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു കോപ്പി ഉണ്ടാക്കുക. കോപ്പി ഇവിടെ നമുക്ക് കാണാൻ കഴിയില്ല, സ്വന്തം ഡ്രൈവിലേ കാണൂ. ഡ്രൈവിലേക്ക് പോയെന്നാൽ അവിടെ കോപ്പി കാണാൻ കഴിയുന്നതാണ്. ആ കോപ്പി നമ്മുടെ സ്വന്തം ക്ലാസ് റൂമിൻ്റെ ഫോൾഡറിലേക്ക്, ഈ ഡ്രൈവിൽ തന്നെയുള്ള റൂമിൻ്റെ ഫോൾഡറിലേക്ക് നമ്മൾ മാറ്റുക. അവിടെ മാറ്റിയതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് റെസ്പോൺസസ് ഓപ്പൺ ചെയ്ത് സ്പ്രെഡ്ഷീറ്റും നിർമ്മിച്ചു വയ്ക്കുക. ഇത്രയും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയി അവിടെ നിന്ന് ഈ ഗൂഗിൾ ഡ്രൈവിലുള്ള ഈ ഫയൽ അറ്റാച്ച് ചെയ്ത് കുട്ടികൾക്ക് അയക്കാം. ഇതാണ് ഒന്നാമത്തെ മാർഗം. അല്പം നീണ്ട മാർഗമാണ് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ചെയ്യുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു മാർഗമാണ്. അടുത്തതായി രണ്ടാമത്തെ മാർഗത്തിലേക്ക് പോകാം. രണ്ടാമത്തെ മാർഗം, 10A കെമിസ്ട്രി ടീച്ചറായിട്ടുള്ള ഞാൻ ഒരു ഗൂഗിൾ ഫോം നിർമ്മിക്കുന്നു. ഇതാണ് ആ ഗൂഗിൾ ഫോം. നിങ്ങൾക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് അതിൻ്റെ ഒറിജിനൽ ഗൂഗിൾ ഫോം. ഈ ഗൂഗിൾ ഫോം മറ്റ് രണ്ട് അധ്യാപകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഈ 10A കെമിസ്ട്രി ടീച്ചർ. അതിന് ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യേണ്ട രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, രണ്ട് അധ്യാപകർക്കാണ് ഇത് അയച്ചു കൊടുക്കേണ്ടത്. അതുകൊണ്ട് 2 കോപ്പി ഉണ്ടാക്കി വയ്ക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 2 ടീച്ചർക്കാണ് കൊടുക്കേണ്ടത്. 2 അധ്യാപകർക്ക് ഓരോരോ കോപ്പി നിർമ്മിച്ചു വയ്ക്കുക. ഒരു കോപ്പി ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് രണ്ടാമത്തെ കോപ്പിയും കൂടി ഞാൻ നിർമ്മിക്കുകയാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കുക. ഇതിപ്പോൾ രണ്ടാമത്തെ കോപ്പി ഉണ്ടാക്കുകയാണ്. കോപ്പി ഓഫ് 10A കെമിസ്ട്രി. ഇപ്പോൾ 2 കോപ്പികൾ ഇവിടെ കാണാം. ഈ 2 കോപ്പികളുടെയും പേര് നമ്മൾ മാറ്റുകയാണ്. ഒന്നാമത്തെ കോപ്പി നമ്മൾ പേര് കൊടുക്കുന്നത് 10B, കോപ്പി ഓഫ് എന്ന് കളഞ്ഞിട്ട് അവിടെ 10B കെമിസ്ട്രി ടീച്ചർ എന്ന് പേര് കൊടുക്കുന്നു. ഇത് 10Bയിലെ കെമിസ്ട്രി ടീച്ചർക്കുള്ള കോപ്പിയാണ്. ഓക്കെ കൊടുത്ത് സേവ് ചെയ്യുന്നു. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഫയൽ നമ്മൾ റീനെയിം ചെയ്യുന്നു. അതിൽ 10C എന്ന പേര് മാറ്റുന്നു. ഇത്രയും 10Aയിലെ ടീച്ചർ തന്നെ ചെയ്യണം. ആ ടീച്ചർക്ക് ഇത്തിരി വശമുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ ഈസി ആണെങ്കിൽ ഈ 2 കോപ്പിയും അവർക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് ഈ കോപ്പിയുടെ ഉടമസ്ഥരാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ഈ കോപ്പികളുടെ ഉടമസ്ഥരാക്കി മാറ്റുന്നു അവർ 2 പേരെയും. അപ്പോൾ ഈ ടീച്ചർ തന്നെ അത് ചെയ്യുകയാണ്. ഓക്കെ, അതിനുവേണ്ടി 10B എന്ന് പേരുള്ള ആ ഗൂഗിൾ ഫോം ആദ്യം ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ അകത്തും 10B എന്നൊന്ന് ആക്കിയേക്കുക, കാരണം കിട്ടുന്ന അധ്യാപികയ്ക്ക് അത് എളുപ്പമായിരിക്കും. 10B എന്ന് പറയുന്ന ആ ഹെഡിങ് രണ്ടിടത്തും വന്നു, ഇവിടെയും വന്നു, ഇവിടെയും 10B തന്നെയാണ്. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ കൊളാബറേറ്റേഴ്സ് എടുക്കാൻ വേണ്ടി ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് കൊളാബറേറ്റർ എടുക്കുമ്പോൾ 10Bയിലെ കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിൽ ടൈപ്പ് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 10Bയിലെ കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിൽ ID എന്ന് സങ്കല്പിക്കുക. ഞാൻ സെലക്ട് ചെയ്യുന്നു. ആ ടീച്ചർക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്നു. നോട്ടിഫൈ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു. നോട്ടിഫൈ ഒഴിവാക്കുമ്പോൾ ഷെയർ എന്നായിരിക്കും, നോട്ടിഫൈ ഉള്ളപ്പോൾ സെൻഡ് എന്നായിരിക്കും. ഈ ഗൂഗിൾ ഫോമിൽ ഇപ്പോൾ 2 പേരാണ് അധികാരികൾ. ഒന്ന്, ഇതുണ്ടാക്കിയ 10Aയിലെ കെമിസ്ട്രി ടീച്ചർ. 2, അതേ ടീച്ചർ ആഡ് ചെയ്ത 10Bയിലെ കെമിസ്ട്രി ടീച്ചർ. അപ്പോൾ 2 അധ്യാപകർ ഇപ്പോൾ ഈ ഗൂഗിൾ ഫോമിൽ അധികാരി. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആഡ് കൊളാബറേറ്റേഴ്സ് നോക്കുക. ആഡ് കൊളാബറേറ്റേഴ്സിൽ വീണ്ടും ഒന്ന് പോയി നോക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ കാണാം, ആദ്യത്തെ പേര് കാണാം, ടെക്സറ്റ് ടോപ്പ് ആണ് ഓണർ, അതായത് ഞാൻ. രണ്ടാമത്തത് 10Bയിലെ ടീച്ചറുടെ ഇമെയിൽ ID ആണ്. അതിൻ്റെ നേരെ എഡിറ്റർ എന്ന് കാണാം. ഇപ്പോൾ ഓണർ ഞാനും എഡിറ്റർ ആ ടീച്ചറുമാണ്. ആദ്യത്തെ കോപ്പിയുടെ
ആദ്യത്തെ കോപ്പിയിൽ ഞാനിപ്പോൾ 10B ടീച്ചറെ നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ 2 പേരുണ്ട്. ഈ 2 പേരിൽ രണ്ടാമത്തെ ആളെ, അതായത് 10B കെമിസ്ട്രി ടീച്ചറുടെ എഡിറ്റർ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ ഒരു ഡൗൺ ആരോ ഉണ്ട് ഇവിടെ. ഈ ഡൗൺ ആരോ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഡൗൺ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം മേക്ക് ഓണർ. രണ്ടാമത്തെ ടീച്ചറെ ഈ ടീച്ചർ ഓണറാക്കാൻ പോവുകയാണ്, മേക്ക് ഓണർ. അപ്പോൾ കൺഫർമേഷൻ ചോദിക്കും. ഓണറാക്കി കഴിഞ്ഞാൽ മറ്റേയാൾ എഡിറ്ററായി മാറും, പിന്നെ ഓണറായിരിക്കില്ല. ഒരാൾക്കേ ഓണറായിരിക്കാൻ കഴിയൂ. അതുകൊണ്ട് മറ്റേയാൾ ഓട്ടോമാറ്റിക്കായി, അതായത് ഉണ്ടാക്കിയ ഞാൻ എഡിറ്ററായി മാറുന്നതാണ്. സോ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു യെസ്. ഇപ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഉണ്ടാക്കിയ ആൾ ഇപ്പോൾ എഡിറ്ററും 10B ടീച്ചർ രണ്ടാമത്തെ ആ ഗൂഗിൾ ഫോമിൻ്റെ ഓണറുമായി മാറിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് എഡിറ്ററായിട്ടുള്ള ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ആവുക എന്നുള്ളതാണ്. എഡിറ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ റിമൂവ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ റിമൂവ്ഡ് ആയി. ഇപ്പോൾ 10B കെമിസ്ട്രി ടീച്ചർ മാത്രമേ അവിടെ അധികാരിയായിട്ടുള്ളൂ, ഓണറായിട്ടുള്ളൂ. വേറെ ആരും തന്നെ ഇല്ല. പക്ഷേ ഇപ്പോഴും പെൻഡിങ് ആണ്. കാരണം നമ്മൾ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്താൽ മാത്രമേ അത് ഓണറായി പൂർണ്ണമായി ഞാൻ റിമൂവ് ചെയ്യപ്പെടുകയുള്ളൂ. ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാം പെൻഡിങ് ചേഞ്ചസ്. സേവ് എന്ന ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ സേവ്ഡായി. ഒന്നുകൂടി പെർമിഷൻ ചോദിക്കുകയാണ് ഗൂഗിൾ ഡ്രൈവ്. ഇനി അബദ്ധം സംഭവിച്ചാണെങ്കിലോ, അതുകൊണ്ട് ഒന്നുകൂടി കൺഫർമേഷൻ ചോദിക്കുകയാണ് ഗൂഗിൾ ഡ്രൈവ്. ദിസ് വിൽ ചേഞ്ച് യുവർ പെർമിഷൻ, യു വോണ്ട് ബി ഏബിൾ ടു ഷെയർ. ഇനി ഇതിനകത്ത് ഒരധികാരവും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതല്ല എന്നൊരു മുന്നറിയിപ്പ്. യെസ് നമ്മൾ വീണ്ടും കൊടുക്കുന്നു. ഇപ്പോൾ ഈ നിമിഷം മുതൽ ഇപ്പോൾ കാണിക്കുന്നു നിങ്ങൾക്ക് നോ ലോങ്ങർ ആക്സസ്. ഇനി ഈ ഓപ്പൺ ആയിരിക്കുന്ന ഈ ഫയലിൻ്റെ അധികാരി ആരായിരിക്കും? 10B കെമിസ്ട്രി ടീച്ചറായിരിക്കും. നമുക്കൊന്ന് നോക്കാം. ഇത് രണ്ടാമത്തെ ഫയൽ. ഇതുമേ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആദ്യം കാണുന്ന ഒരു ഭാഗവും ആക്ടിവേറ്റ് അല്ല. റീനെയിം ചെയ്യാൻ നോക്കിയാലും ഗൂഗിൾ സമ്മതിക്കില്ല. മേക്ക് എ കോപ്പി ചെയ്യാൻ തുടങ്ങിയാലും ഗൂഗിൾ സമ്മതിക്കില്ല. മൂവ് ടു ചെയ്താലും ഗൂഗിൾ സമ്മതിക്കില്ല. അങ്ങനെ എന്ത് ചെയ്താലും സമ്മതിക്കാത്തൊരവസ്ഥയിലേക്ക് ഈ ഫോം മാറിക്കഴിഞ്ഞു. ഇത് ആ ടീച്ചറുടെ സ്വന്തമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം. ആ 10B കെമിസ്ട്രി ടീച്ചറോട് വേണമെങ്കിൽ റിക്വസ്റ്റ് ആക്സസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അയക്കാം. അത് മാത്രമേ എന്തുള്ളൂ. അതാണ് ആ ടീച്ചറെ ഓണറാക്കാനുള്ള ഒരു മാർഗം. രണ്ടാമത്തെ ടീച്ചറെയും ഇതുപോലെ തന്നെ ഓണറാക്കുക. ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ആ ഗൂഗിൾ ഫോം ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന വലതുവശത്ത് മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊളാബറേറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഭാഗം സെലക്ട് ചെയ്യുക. അതിനകത്ത് ഏത് ടീച്ചറെയാണോ നമുക്ക് എഡിറ്റർ ആക്കേണ്ടത് ആ ടീച്ചറുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക. ഞാൻ 10C കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ആ ടീച്ചറുടെ ഇമെയിൽ ഐ ഡി സങ്കല്പിക്കുക. ഞാൻ സെലക്ട് ചെയ്തു, കൊടുത്തു. നോട്ടിഫൈ എന്ന ഭാഗം വേണമെങ്കിൽ ഓഫ് ചെയ്യാം. എന്നിട്ട് ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ 2 പേർ അതിനകത്ത് അധികാരികളാണ്, ഒരു ഓണറും ഒരു എഡിറ്ററും. വീണ്ടും അവിടെ തന്നെ പോവുക, ആഡ് കൊളാബറേറ്റേഴ്സ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് കാണാം നമ്മൾ ഓണറാണ്, മറ്റേ ചേർക്കപ്പെട്ട അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ഒരു എഡിറ്ററാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് ആ എഡിറ്ററെ നമ്മൾ ഓണറാക്കുക. മേക്ക് ഓണർ, കൺഫർമേഷൻ മെസ്സേജ്, ഓണറാക്കുന്നു. ഇപ്പോൾ നമ്മൾ എഡിറ്ററും ആ ടീച്ചർ ഓണറുമായി മാറിക്കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് നമ്മൾ അവിടെ നിന്ന് റിമൂവ് ആവുക. അതിനകത്ത് റിമൂവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ റിമൂവ് ചെയ്യുക. ഇപ്പോൾ പെൻഡിങ് ചേഞ്ചസ് ആണ്. സേവ് ചെയ്യുമ്പോൾ മാത്രമേ സംഭവിക്കൂ. നമ്മൾ സേവ് ചെയ്യുന്നു. ഇപ്പോൾ കൺഫർമേഷൻ വീണ്ടും ചോദിക്കുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് യെസ്. ഇനി യു നോ ലോങ്ങർ ഹാവ് ആക്സസ്. ഇപ്പോൾ 2 അധ്യാപകരെയും നമ്മൾ ഓണറാക്കി കഴിഞ്ഞു. ഇനി മറ്റ് 2 അധ്യാപകർക്കും ഇത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതും വളരെ ഈസിയാണ്. അവരുടെ ഗൂഗിൾ ഡ്രൈവ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൈ ഡ്രൈവ് എന്ന് പറയുന്ന അതിനകത്ത് 10B കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ് ഇത് മറ്റേ ടീച്ചറുടെ ഒരു ഗൂഗിൾ ഡ്രൈവാണ്. ഇത് 10B കെമിസ്ട്രി ടീച്ചറുടെ ഗൂഗിൾ ഡ്രൈവാണ്. ആ ഗൂഗിൾ ഡ്രൈവിനകത്ത് ഓപ്പൺ ആക്കുമ്പോൾ ആ ടീച്ചർക്ക് മൈ ഡ്രൈവ് എന്ന് പറയുന്ന ആദ്യത്തെ ആ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ ഡ്രൈവിൽ തന്നെ കാണാൻ കഴിയും 10B കെമിസ്ട്രി കെമിക്കൽ റിയാക്ഷൻസ് എന്ന ഗൂഗിൾ ഫോം കാണാൻ കഴിയും. ഒന്നും ചെയ്യേണ്ട, നേരെ ഇത് നമ്മുടെ ഫയലിലേക്ക് മാറ്റി ഉപയോഗിക്കാം. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ഇനി ഇത് ക്ലാസ് റൂമിൽ അവർക്ക് സ്വന്തമായി അറ്റാച്ച് ചെയ്യാം.
റെസ്പോൺസ് ഷീറ്റ് ഉണ്ടാക്കാം, എന്നിട്ട് അറ്റാച്ച് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ മാർഗം. 2 മാർഗങ്ങൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. രണ്ടും അല്പം നീണ്ടതാണ് എന്ന് തോന്നിയേക്കാം, പക്ഷേ ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. മൂന്നാമത്തെ മാർഗമാണ് വളരെ ഈസിയാണ്. ഉണ്ടാക്കുന്ന ടീച്ചർക്കായാലും കിട്ടുന്ന ടീച്ചർക്കാണെങ്കിലും മറ്റൊന്നും ചെയ്യേണ്ടതില്ല. വളരെ വേഗത്തിൽ അത് നിർമ്മിച്ചെടുക്കാൻ കഴിയും. അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് 10A കെമിസ്ട്രി ടീച്ചർ ഉണ്ടാക്കിയിട്ടുള്ള ഗൂഗിൾ ഫോം. ഞാൻ ആണ് കെമിസ്ട്രി ടീച്ചർ എന്ന് സങ്കല്പിക്കുക. എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗൂഗിൾ ഫോമാണ് ഇത്. ഞാൻ 10Bയിലെയും 10Cയിലെയും കെമിസ്ട്രി ടീച്ചർ അധ്യാപകർക്ക് ഞാനിത് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊന്ന് ഓപ്പൺ ആക്കുക. ഈ ഗൂഗിൾ ഫോം ആദ്യം ഒന്ന് ഓപ്പൺ ആക്കുക. ഞാനിത് ഓപ്പൺ ആക്കി. ഈ ഗൂഗിൾ ഫോം ഓപ്പൺ ആകുമ്പോൾ തൊട്ട് മുകളിൽ അഡ്രസ് ബാറിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, എഡിറ്റ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഈ ലിങ്ക്, ആ ലിങ്ക് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണത്. പെട്ടെന്ന് ചെയ്യാമെങ്കിലും പക്ഷേ ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഈ മെത്തേഡിലാണ്. ഏറ്റവും മുകളിൽ കാണുന്ന ആ ലിങ്കിൻ്റെ അവസാനം കാണുന്ന എഡിറ്റ് എന്ന് പറയുന്ന ആ 4 അക്ഷരങ്ങൾ കളയുക. എഡിറ്റ് എന്ന വാക്ക് മാത്രമേ കളയാവൂ, മറ്റൊന്നും കളയരുത്. ആ സ്ലാഷ് പോലും കളയരുത്. കളഞ്ഞാൽ പിന്നെ അത് അപകടമാണ്, വർക്ക് ചെയ്യുകയില്ല. അതുകൊണ്ട് എഡിറ്റ് എന്ന ആ അക്ഷരങ്ങൾ മാത്രം കളയുക. EDIT 4 അക്ഷരമേ ഉള്ളൂ. അത് കളഞ്ഞ് അടുത്ത ഒരു 4 അക്ഷരം ടൈപ്പ് ചെയ്ത് ചേർക്കുക. അതായത് കോപ്പി, COPY. വളരെ ശ്രദ്ധിച്ച് ഇത് ചെയ്യുക. അപ്പോൾ എഡിറ്റ് എന്ന ആ 4 അക്ഷരം കളഞ്ഞിട്ട് COPY, കോപ്പി എന്ന 4 അക്ഷരം ടൈപ്പ് ചെയ്ത് ചേർക്കുക. ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. അത് ഫുള്ള് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം, കർസർ ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. അത് ഏറ്റവും അറ്റത്ത് കൊണ്ടുവന്ന് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. അത് അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഇടത്തോട്ട് നമ്മൾ ഡ്രാഗ് ചെയ്താൽ ആ ലിങ്ക് മുഴുവനും സെലക്റ്റഡ് ആവും. സെലക്റ്റഡ് ആയ ലിങ്കിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കോപ്പി എന്ന ഓപ്ഷൻ കാണാം. അതല്ലെങ്കിൽ കൺട്രോൾ അമർത്തിപ്പിടിച്ചുകൊണ്ട് C എന്ന കീ അടിച്ചാൽ, Ctrl+C അടിച്ചാൽ ആ ലിങ്ക് കോപ്പി ആകുന്നതാണ്. ഇപ്പോൾ ആ ലിങ്ക് നമ്മൾ കോപ്പിയാക്കി. ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കെമിസ്ട്രി ടീച്ചർ എയിലെ കെമിസ്ട്രി ടീച്ചറായി ഞാൻ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി. അതൊന്ന് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ലിങ്കിലുള്ള എഡിറ്റ് എന്ന ആ ഭാഗം കളഞ്ഞ് കോപ്പി എന്ന ഭാഗം നമ്മൾ ആഡ് ചെയ്തിട്ട് ആ ലിങ്ക് കോപ്പി ചെയ്യുന്നു. ഇപ്പോൾ ലിങ്ക് കോപ്പീഡ് ആണ്. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ലിങ്ക് ആർക്കൊക്കെയാണോ ഗൂഗിൾ ഫോം ഉണ്ടാക്കേണ്ടത്, ഏത് ടീച്ചർമാർക്കാണോ, ഒരാൾക്കാണെങ്കിലും 100 പേർക്കാണെങ്കിലും 1000 പേർക്കാണെങ്കിലും 1,00,000 പേർക്കാണെങ്കിലും നിങ്ങൾ അവർക്ക് ഇമെയിൽ വഴി അയച്ചു കൊടുത്താൽ മാത്രം മതിയാകും. അത് ഓപ്പൺ ചെയ്യുന്നവർക്ക് കിട്ടുന്നത് പൂർണ്ണമായും സ്വതന്ത്രമായ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഗൂഗിൾ ഫോം ആയിരിക്കും മറ്റ് അധ്യാപകർക്ക് കിട്ടുന്നത്. സിമ്പിൾ മെത്തേഡാണ്. ഗൂഗിൾ ഫോം ഉണ്ടാക്കുക, ലിങ്ക് എടുക്കുക, ലിങ്കിൽ എഡിറ്റ് കളയുക, കോപ്പിയാക്കുക. ആ ലിങ്ക് കോപ്പി ചെയ്ത് ആർക്കൊക്കെ വേണമോ അവർക്കെല്ലാം ഇമെയിൽ ചെയ്യുക. അതിനായി ഞാൻ ഇപ്പോൾ ഇമെയിൽ ചെയ്യുകയാണ്. ആ 2 അധ്യാപകർക്കും ഇമെയിൽ ചെയ്യുകയാണ്. ഇമെയിൽ ഓപ്പൺ ചെയ്യുന്നു. ആ ഇമെയിലിലെ കമ്പോസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഒരു ഇമെയിൽ നമ്മൾ അയക്കുന്നു. എത്ര പേർക്കാണ് നമുക്കിത് കൊടുക്കേണ്ടത് അവരെല്ലാം ഇമെയിൽ ID നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് അയക്കാം. ഈ ലിങ്ക് ഇപ്പോൾ നമ്മൾ അത് കോപ്പി ചെയ്ത് ക്ലിപ്പ് ബോർഡിലുണ്ട്. ഇവിടെ റെസിപ്പിയൻസിൻ്റെ ഭാഗത്ത് നമ്മൾ അയക്കാൻ പോകുന്ന 10Bയിലെ കെമിസ്ട്രി ടീച്ചർക്ക് ആദ്യം അയക്കുക. ആ ഇമെയിൽ ടൈപ്പ് ചെയ്യുമ്പോൾ താഴത്ത് വന്നിട്ടുണ്ടാകും, സെലക്ട് ചെയ്യുക. 10Cയിലെ കെമിസ്ട്രി ടീച്ചറുടെയും ഇമെയിൽ ടൈപ്പ് ചെയ്യുക. 2 പേർക്ക് നമ്മളിപ്പോൾ കാണിക്കുന്നുള്ളൂ. എന്നിട്ട് സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് ലിങ്ക് ഫോർ കെം ഫോം വട്ടെവർ എന്താണ് നിങ്ങൾക്ക് അറിയിക്കേണ്ട ഭാഗം എന്താണ്, ഷോർട്ടായിട്ടൊരു മെസ്സേജായി ടൈപ്പ് ചെയ്യുക. എന്നിട്ട് താഴെയുള്ള ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് കൺട്രോൾ അമർത്തിപ്പിടിച്ച് V അടിക്കുക. അടിക്കുക. അതായത് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു സൂത്രവാക്യമാണത്. പേസ്റ്റ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണ്. കൺട്രോൾ എന്ന ബട്ടൺ അമർത്തിപ്പിടിച്ച് V എന്ന കീ അടിക്കുക. അവിടെ പേസ്റ്റ് ആവുന്നു. അഥവാ ആ പേജിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് എന്ന ഓപ്ഷൻ കാണാം. ആ പേസ്റ്റ് ചെയ്താൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളുണ്ടാക്കിയ ആ ലിങ്കിൻ്റെ ഒടുവിൽ കോപ്പി എന്ന ആ 4 അക്ഷരം കാണാം. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആ ടീച്ചർമാർക്ക് സെൻഡ് ചെയ്യാം. കഴിഞ്ഞു.
ടീച്ചറുടെ പണി കഴിഞ്ഞു. ലിങ്ക് സെൻഡ് ചെയ്താൽ ഇവരുടെ എല്ലാ ജോലികളും ഈ 10A കെമിസ്ട്രി ടീച്ചറുടെ ജോലി അവസാനിച്ചു. ഇനി 10B ക്ലാസ് കെമിസ്ട്രി ടീച്ചറോ 10C കെമിസ്ട്രി ടീച്ചറോ അവരുടെ ഇമെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ലിങ്ക് കാണാവുന്നതാണ്. നമുക്ക് 10B ടീച്ചറുടെ ഇമെയിൽ ഒന്ന് പരിശോധിക്കാം. ഇത് 10B കെമിസ്ട്രി ടീച്ചറുടെ ഇമെയിലാണ്. നിങ്ങൾക്ക് കാണാം ഏറ്റവും ടോപ്പിലായിട്ട് ടെക് ടോപ്പ് അയച്ചിരിക്കുന്ന ഒരു ലിങ്ക് വന്നതായിട്ട് കാണാം. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ആര്? കെമിസ്ട്രി ടീച്ചർ ഓഫ് 10B. നമ്മൾ അയച്ച ലിങ്ക് ആ അധ്യാപകർക്ക് കാണാം. ആ ലിങ്കിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയേ വേണ്ടൂ. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ ഒരു കമാൻഡ് ചോദിക്കും, മെയ്ക്ക് എ കോപ്പി. അത് മാത്രമേ അവിടെ ഓപ്ഷൻ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ അധ്യാപകർക്ക് മെയ്ക്ക് എ കോപ്പി, നമ്മൾ അയക്കുന്ന ഫോം ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ മെയ്ക്ക് എ കോപ്പി എന്നൊരു ഓപ്ഷൻ മാത്രം ഗൂഗിൾ കൊടുക്കുന്നു. ആ മെയ്ക്ക് എ കോപ്പി എന്ന് പറയുന്ന ആ ഭാഗത്ത് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ അയച്ച ഗൂഗിൾ ഫോമിൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് കോപ്പി, ഒരു സ്വതന്ത്രമായി ഉപയോഗിക്കാവുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് കോപ്പി നമുക്ക് അവിടെ ലഭ്യമാകുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗൂഗിൾ ഫോം ഗൂഗിൾ തന്നെ കോപ്പി ഓഫ് എന്ന ഒരു പേരുണ്ടാക്കിയായിരിക്കും അയച്ചിട്ടുണ്ടാവുക. നമ്മൾ അയച്ചത് 10A കെമിസ്ട്രി എന്നായിരുന്നു. ഇതിൻ്റെ ഒരു ഗുണം, ഉണ്ടാക്കുന്ന ടീച്ചർക്ക് കോപ്പി എടുത്തിട്ട് ഷെയർ ചെയ്യേണ്ട, കോപ്പി എടുത്തിട്ട് ഓണറെ മാറ്റണ്ട. നേരെ ഉണ്ടാക്കിയ അതേ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് എടുത്ത് കോപ്പിയാക്കി അയച്ചാൽ ഗൂഗിൾ തന്നെ ഒരു കോപ്പി ഉണ്ടാക്കി ഈ മറ്റധ്യാപകർക്ക് കൊടുത്തുകൊള്ളും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം. അപ്പോൾ കിട്ടിയ അധ്യാപകർ അത് ഓപ്പൺ ചെയ്ത് ഈ പേരിൽ നിന്നുള്ള കോപ്പി എന്നുള്ള ഭാഗം മാറ്റുക, എന്നിട്ട് അവരുടെ ക്ലാസ് റൂമിൻ്റെ പേരാക്കി മാറ്റുക. 10A എന്നുള്ളത് ഇതിപ്പോൾ 10B ടീച്ചറാണ്, 10B എന്നാക്കി മാറ്റുക. 10B എന്നാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടെ അകത്തും ഈ 10B എന്ന പേര് നമ്മൾ ആക്കുന്നു. ഇതാണ് മൂന്നാമത്തെയും വളരെ ഈസിയുമായിട്ടുള്ള ഒരു മെത്തേഡ്. ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കോപ്പികൾ അയക്കാവുന്നതാണ്. അവർക്ക് സ്വന്തമായി ഗൂഗിൾ ഫോമിൻ്റെ കോപ്പികൾ അവരവരുടെ ക്ലാസ് റൂമിൽ സ്വതന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യാം. അവരവരുടെ കുട്ടികളുടെ റെസ്പോൺസുകൾ അവരവരുടെ ഡ്രൈവുകളിൽ തന്നെ എത്തുന്നതുമാണ്. ഈ 3 മാർഗങ്ങളും ഈ 3 മെത്തേഡുകളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്യുക. ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.